ഹലോ കൂട്ടുകാരെ, സാക് വിളയിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാർജയിൽ നിന്നും കോർഫുഖാനിലേക്ക് സാധാരണയായി 137 കിലോമീറ്റർ 1.5 മണിക്കൂർ സഞ്ചരിച്ച് വേണം എത്താൻ. എന്നാൽ ഈ ഒരു മെഗാ പ്രോജക്റ്റ് 5.5 ബില്യൺ ദിർഹംസിൻ്റെ മെഗാ പ്രോജക്റ്റ് ഓപ്പൺ ആയതിനു ശേഷം വെറും 89 കിലോമീറ്റർ 45 മിനിറ്റ് കൊണ്ട് ഓടിയെത്താൻ പറ്റും. 5 പ്രധാനപ്പെട്ട ടണലുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഒരു ടണൽ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലാണ്. സഞ്ചാരികൾക്ക് തീർച്ചയായും കാണാനുണ്ട് ടണൽ. അതുപോലെ തന്നെ റഫീസ ഡാം ഈ ഒരു റോഡിൻ്റെ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റഫീസ ഡാമും അതിനോടനുബന്ധിച്ച് റെസ്റ്റ് ഏരിയ, അതുപോലെ ഒരു ലേക്ക്, വളരെ മനോഹരം. വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ഈ റോഡും അനുബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും നമുക്ക് അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എമിറേറ്റ്സ് റോഡിലാണ്, E611. ഞാനിപ്പോൾ ഷാർജയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഷാർജയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഷാർജ എയർപോർട്ട് റോഡ് വഴി വന്ന് എമിറേറ്റ്സ് റോഡിൽ കയറിയ ഉടനെ തന്നെ S142 എന്ന റോഡിലേക്കാണ് എക്സിറ്റ് അടിക്കേണ്ടത്. അതുപോലെ അബുദാബിയിൽ നിന്ന് വരുന്നവർ ഷാർജ എയർപോർട്ട് റോഡ് എക്സിറ്റിൻ്റെ നേരെ മുന്നേ ഉള്ള എക്സിറ്റാണ് എടുക്കേണ്ടത്. അതും S142 എന്ന റോഡ് നിങ്ങൾക്ക് കിട്ടും, ശ്രദ്ധിക്കുക. നമ്മളതിലേക്ക് കയറിയ ഉടനെ തന്നെ നമുക്ക് കോർഫുഖാൻ ഡയറക്ഷൻ ബോർഡ് കിട്ടും. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഒരു കൺഫ്യൂഷനില്ല. അത് ഡയറക്റ്റ് വന്ന് എത്തുന്നത് കോർഫുഖാനിലാണ്. 137 കിലോമീറ്റർ എടുത്തിരുന്ന വഴിയാണ് 89 കിലോമീറ്റേഴ്സായിട്ട് ചുരുക്കിയത് ഷാർജ ഗവൺമെൻറ്. മുന്നേ നമ്മൾ ഫുജൈറ ടച്ച് ചെയ്ത് പോയിരുന്നു. ഇനി നമുക്ക് ഫുജൈറ ടച്ച് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഷാർജ ടു കോർഫുഖാൻ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, S142 റോഡ് നമ്പർ. അതുപോലെ ഒരു കാര്യം വിട്ടുപോയി. ഷാർജ എയർപോർട്ട് റോഡിൽ നിന്ന് 611 കയറി അബുദാബി എക്സിറ്റ് എടുത്തിട്ട് ഉടനെ തന്നെയാണ് കോർഫുഖാൻ എക്സിറ്റ് കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരെ റാസൽ ഖൈമ സൈഡിലേക്ക് എടുക്കാതെ ശ്രദ്ധിക്കണം. കംപ്ലീറ്റ് സ്ട്രെയിറ്റ് റോഡുകളായതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ്. ഡ്രൈവേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. കാരണം സ്പീഡ് ലിമിറ്റ് 120. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ശ്രദ്ധ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഈ റൂട്ടിലെ പ്രത്യേകതയായ ടണൽ അൽ റൗഗ് ടണലാണ് ആദ്യം. 1300 മീറ്ററാണ് ഇതിൻ്റെ ദൂരം. നമ്മൾ ടണൽ ഇറങ്ങിക്കഴിയുന്നതോട് കൂടിയിട്ടാണ് കോർഫുഖാൻ ബൗണ്ടറി കടക്കുന്നത്. നമ്മളിത് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വെൽക്കം ടു കോർഫുഖാൻ എന്നുള്ള ഒരു ബോർഡ്. അടുത്ത ടണൽ സെക്കൻഡ് വൺ അൽ ഗസീർ ടണൽ. 900 മീറ്ററാണ് ഇതിൻ്റെ ദൂരം. ഈ ഒരു ടണൽ ഇറങ്ങുന്നതോട് കൂടി തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നീളം കൂടിയ ടണൽ അൽ മുൽത്തഖ ടണൽ. 2700 മീറ്ററാണ് ഇതിൻ്റെ ദൂരം. 2 കിലോമീറ്ററും 700 മീറ്ററും. ദ ലോങ്ങസ്റ്റ് ടണൽ ഇൻ മിഡിൽ ഈസ്റ്റ്. അടുത്തത് അൽ സഹ ടണലാണ്. ഇത് ജസ്റ്റ് 300 മീറ്റർ ഇതിൻ്റെ ദൂരമുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ തന്നെ അൽ സഖബ് എന്ന ടണലാണ്. 1300 മീറ്ററാണ് ഇതിൻ്റെ ദൂരം. ഇത് 5ാമത്തെ ടണലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതോടുകൂടി ടണൽസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കോർഫുഖാൻ സിറ്റിയിലേക്ക് എത്താറായി. ശുക്രൻ സുൽത്താൻ എന്നുള്ള ബോർഡുകൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. സുൽത്താൻ അൽ ഖാസിമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് ബോർഡുകൾ വഴി നീളെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോർഫുഖാൻ സിറ്റിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി കോർഫുഖാൻ ബീച്ച് അല്ലെങ്കിൽ കോർഫുഖാൻ
സിറ്റി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ പല വീഡിയോകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി ഞാൻ തിരിച്ചു പോരുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. തിരിച്ചു പോരുന്ന വഴിയിൽ ഫസ്റ്റ് ടണലിൻ്റെ മുന്നേ ആയിട്ടാണ് റഫീസ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡാമും അതിനോടനുബന്ധിച്ച് ഒരു റെസ്റ്റ് ഏരിയ, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ലേക്കിനോട് ചേർന്നിട്ടാണ് പാർക്കിംഗ്. അപ്പോൾ ഈ കയറുന്ന അവിടെ നല്ല തിരക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് പാർക്കിംഗ് എന്ന് പറഞ്ഞ് ഇത് അതുപോലെ വിശാലമായ പാർക്കിംഗ് ഉണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം പ്ലേ ഏരിയ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ സിറ്റിംഗ് ഏരിയ ഒരുപാടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് സൂപ്പർ മാർക്കറ്റ്, അതുപോലെ ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെയാണിത്. അടുത്തതായിട്ട് നമുക്കൊരു കൊച്ചരുവി കാണാം. ഈ അരുവി നേരെ വന്ന് പതിക്കുന്നത് താഴെയുള്ള ലേക്കിലാണ്. പക്ഷേ അത് മനോഹരമായിട്ടാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മാൻ മെയ്ഡ് അരുവിയാണ്. ആളുകൾക്ക് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴേക്ക് പതിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇനി ഇതാണ് ലേക്കിലെ കാഴ്ചകൾ. നമുക്ക് പൈസ കൊടുത്ത് അവിടെ ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ സിറ്റിംഗ് ഏരിയ ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെയെല്ലാം. ഇത് നാച്ചുറൽ റിസർവ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല, നമ്മൾ ട്രൈ ചെയ്തില്ല. ഏകദേശം സമയം ഇരുട്ടി തുടങ്ങി. അതുകൊണ്ട് ഇനി തിരിച്ചു പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇത് പലർക്കും ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്. സീ യു ഓൾ. ബൈ. മാസ്സലാം.